ഇന്ന് ഞാനിവിടെ 28 ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന ചുരിദാറിന്റെ ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ഇതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 38 ആണ് കേട്ടോ. ഫുൾ ലെങ്ത്, ഈ ടോപ്പിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്നത് 38 ആണ്. 38ന്റെ കൂടെ നമുക്ക് 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കാം, തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കൊടുക്കാം. അങ്ങനെ 40 ടോട്ടൽ നമുക്ക് എടുക്കാം. അത് 40 ഇഞ്ച് ടോട്ടൽ ലെങ്ത് നമ്മൾ 40 ഇഞ്ച് എടുക്കുകയാണ്. ഇത് ഞാൻ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈനിങ് ആവുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിനേക്കായും ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് എത്ര വേണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൈനസ് ചെയ്ത് വേണം നമുക്കിത് ലൈനിങ് വെട്ടിയെടുക്കാം കേട്ടോ. എപ്പോഴും മെയിൻ ക്ലോത്തിനേക്കായും ലൈനിങ്ങിന്റെ അളവ് ലെങ്ത് അളവെന്ന് ഉദ്ദേശിച്ച ലെങ്ത് കുറച്ച് കുറഞ്ഞിരിക്കണം. ഞാൻ അന്നേരം ഇവിടെ കൈയെട്ടും കൂടെ 38 മാത്രമാണ് എടുക്കുന്നത്. ഞാൻ 40 എടുക്കുന്നില്ല, 38 ആണ് ലൈനിങ് ആയിട്ട് എടുക്കുന്നുള്ളൂ. അല്ലാതെ മെയിൻ ക്ലോത്ത് വരുമ്പോൾ 38 നോർമൽ അവർക്ക് വേണ്ടുന്നത് 38 ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ ഇട്ട് വേണം മെയിൻ ക്ലോത്ത് വെട്ടിയെടുക്കാൻ. ലൈനിങ് 38 മതി. എന്നിട്ട് ഇനി നമുക്ക് ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അടയാളപ്പെടുത്താനെന്ന് പറയുന്നത് അത് 28 സൈസാണെന്ന് ഞാൻ പറഞ്ഞു. ചെസ്റ്റ് അളവ് 28നെ അതിൻ്റെ 4 പറയുന്നത് 7 ആണ് അല്ലേ, 7 ആണ്. 7 നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇതിൻ്റെ ഷോൾഡർ. ഇവിടെ കിട്ടുന്ന ഷോൾഡർ എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ചാണ് ഇവിടുത്തെ ഷോൾഡർ എന്ന് പറയുന്നത്. അത് നെക്ക് വിട്ട് എന്ന് പറയുന്നത് 2 ഇഞ്ച് മതി. അത് നെക്ക് വിട്ട് 2 ഇഞ്ച് മതി, കാരണം 28 ആണ് സൈസ്. ഇനി നമുക്ക് ആംഹോളാണ്. ആംഹോൾ എന്ന് പറയുന്നത് ഈ 28 എന്ന് പറയുന്ന ചെസ്റ്റ് സൈസിനെ 6 കൊണ്ട്, അതായത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5 തന്നെ കിട്ടും. അന്നേരം ഷോൾഡറും ആംഹോളിന്റെ ലെങ്തും 5 തന്നെയാണ്. 5. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വരച്ചെടുക്കാം. ഓക്കെ, ഷോൾഡർ 28 സൈസ്. ഷോൾഡർ എന്ന് പറയുന്നത് ടോട്ടൽ 5 ഇഞ്ച്, 2 ഇഞ്ച് നെക്ക് വിട്ട് കൊടുക്കുന്നുണ്ട്. ആംഹോളും അതേപോലെ 5 ഇഞ്ചാണ്. ഇനി ചെസ്റ്റ് നമുക്ക് അടയാളപ്പെടുത്താം. ചെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 28 ആകുമ്പോൾ 7 ആണ് വരുന്നത്. നമുക്ക് 7 ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് 2 ഇഞ്ച് ലൂസും കൂടെ കൊടുക്കാം. അന്നേരം 9 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടും. ടോട്ടല് 9 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. അല്ലേ, 9 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതിൻ്റെ ഈ കർവ് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് ഇതിനെ ഷേപ്പ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? വേസ്റ്റിന്റെ ഈ വിഡ്ത്ത്, ഈ വേസ്റ്റിന്റെ വിഡ്ത്ത് നമുക്ക് എടുക്കണം. 7 ഇഞ്ചല്ല എടുത്തത്. 7 ഇഞ്ചിൽ നിന്ന് നമുക്ക് എപ്പോഴും 1 ഇഞ്ച് കുറവായിരിക്കും വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇതിന്റെ വേസ്റ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇവിടെ വേസ്റ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 24 ആണ്. 24 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 6 ആണ്, അതായത് 6 ആണ് നമുക്ക് കിട്ടുന്നത്. 6ന്റെ കൂടെ 2 ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുക. ഓക്കെ, തയ്യൽത്തുമ്പായിട്ട് 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുക. അന്നേരം ഇവിടുത്തെ അളവ്, ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. വേസ്റ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് കേട്ടോ, 6 ഇഞ്ചാണ്. അന്നേരം ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു 6 ഇഞ്ച് താഴോട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഈ 6 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തുക. ഇതേപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുമായിട്ട് യോജിപ്പിക്കുക. ഇത് രണ്ടുമായിട്ട് യോജിപ്പിക്കുക. ഇനി വരുന്നതെന്ന് പറയുന്നത് ഹിപ്പാണ്. മുകളിൽ നിന്ന് മുകളിൽ നിന്ന് 20 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഹിപ്പ് അടയാളപ്പെടുത്താം. ഇവിടുത്തെ ഹിപ്പ് വെട്ടെന്ന് പറയുന്നത്, അതായത് നമ്മുടെ താഴെ വരുമ്പം, വേസ്റ്റ് വരുന്ന താഴെ വരുമ്പം വീതി കൂടിയ ഭാഗമാണ് ഈ, അതായത് സ്ലിറ്റിന്റെ ഭാഗം, അവിടെയാണ് ഈ അളവ് എടുക്കുന്നത്. അതെന്ന് പറയുന്നത് 32 ആണ്. 32 ഇഞ്ചാണ് ഇവിടെ അളവെന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ അളവെന്ന് പറയുന്നത്. അതായത് 28 ചെസ്റ്റ് അളവ് വരുന്ന ഈ കുട്ടിയുടെ അളവെന്ന് പറയുന്നത്. അത് നമ്മളിവിടെ അതിനെ 4 എടുക്കുക, 8 എടുക്കുക. 8 എടുത്തിട്ട് അവിടെ ഈ സ്ലിറ്റിന്റെ ഭാഗത്ത് 1 ഇഞ്ച് മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കൊടുത്താൽ മതി.
1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അതേപോലെ താഴെ വരുമ്പോൾ, ലെങ്തിൻ്റെ താഴെ വരുമ്പോൾ നമുക്ക് ഇവിടെ 7 അല്ലേ, 7ൻ്റെ കൂടെ നമുക്കൊരു 12 അളവ് കൊടുത്താൽ മതി കേട്ടോ. താഴെ 12 ഇഞ്ച് വീതി കൊടുത്താൽ മതി. അതെ, ഇതേപോലെ 12 ഇഞ്ച് വീതി കൊടുക്കുക. ഇതേപോലെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. നല്ല വീതിക്ക് കിട്ടും കേട്ടോ. താഴെ വരുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വീതിയിൽ നമുക്ക് കിട്ടും. ചില ടോപ്പൊക്കെ ഇടുമ്പം നമുക്കറിയാം താഴെ അറ്റം വീതി കുറഞ്ഞു വരും. ഇത് നല്ല വീതിയായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇത്രയാണ് ഈ ടോപ്പ് കട്ടിങ്ങിൽ ഇരിക്കുന്നത്. പിന്നെന്ന് പറയുന്നത് നമുക്കിവിടെ ചിലവർ ഡാർട്ട് അടിച്ചു കൊടുക്കുന്നവർ കാണും. ഡാർട്ട് കൊടുക്കുന്നവർ കാണും. അത് അങ്ങനെ ഇപ്പം ഉള്ള മിക്കൊന്നും ചെയ്യാറില്ല. വേണ്ടുന്നവർക്ക് അത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ സെൻറ്റർ വെച്ച് താഴോട്ട് ഇതേപോലെ ഒരു 11 ഇഞ്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു 7 ഇഞ്ച് താഴോട്ട് കൊടുക്കുക. അന്നേരം ഡാർട്ടിൻ്റെ അളവായി. സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഡാർട്ടിൻ്റെ അളവായി. ഇത് ബാക്ക് പീസിന് കൊടുക്കാം. ബാക്ക് പീസാണ് കൂടുതലും ഡാർട്ട് അടിക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ബാക്ക് പീസിന് കൊടുത്താലും മതി. അന്നേരം 28 ചെസ്റ്റ് അളവ് വരുന്ന എൻ്റെ കട്ടിങ്ങാണ്, ടോപ്പിൻ്റെ കട്ടിങ്ങാണ് ഇത്. ചെസ്റ്റ് അളവ് 28 ആണ്. അതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. പിന്നെ ആംകോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതും 5 ഇഞ്ചാണ്. പിന്നെ വരുന്നത് അതിൻ്റെ വിഡ്ത്ത്, വേസ്റ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 6 ഇഞ്ചാണ്. അതായത് ഈ ചെസ്റ്റിൻ്റെ അളവ് 4'1 7 വേസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 4'1 6 പിന്നെ ഹിപ്പ് ഇവിടെ 32 ടോട്ടൽ കിട്ടുന്നത്. ടോട്ടൽ റൗണ്ട് 32. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് 8 എടുത്തിട്ട് ഈ ഭാഗം വരുമ്പോൾ നമ്മൾ 1 ഇഞ്ച് മാത്രമേ എക്സ്ട്രാ ലൂസ് കൊടുക്കുന്നുള്ളൂ. കാരണം സ്ലിറ്റ് അടിക്കാനാണ്. തോനെ അങ്ങ് വീതിയിലല്ലല്ലോ നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ വീതിയിൽ. അതിന് 1 ഇഞ്ച് മതിയാകും കേട്ടോ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ആംഹോളൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കണം നമുക്ക്. ഇതിൽ ഒന്ന് വെട്ടിയെടുക്കാം. ഇത് 1.25 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അകത്തോട്ടെടുത്ത് ഇത് വെട്ടി മാറ്റുക കേട്ടോ. ആംഹോൾ കുഴിച്ച് വെട്ടുക. അതേപോലെ ഈ പകുതി എടുത്ത് ചെയ്തതിൽ ആ ഭാഗം വരുന്നിടത്ത് ഒരു 1/4 ഇഞ്ച് അകത്തോട്ടിട്ടിട്ട് ഷേപ്പ് ചെയ്ത് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഉണ്ടോ? ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ചെടുക്കുക. ഇനി സ്ലീവ് വെട്ടിയെടുക്കുന്നതാണ്. 4.5 ഇഞ്ചാണ്. ഞാനിവിടെ 5.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടിയെടുക്കുകയാണ്. ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടുന്നവരെ ഒന്ന് പോയി കാണുക. ഇത് സർക്കിൾ എന്ന് പറയുന്നത് 9 ഇഞ്ച്
9 ഇഞ്ചാണ്. അന്നേരം അതിൻ്റെ പകുതി 4.5 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇപ്പോൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു. ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് കേട്ടോ. ഇത് ഒരു ഏകദേശം നോർമൽ അളവാണ്. ഇതെല്ലാം ബേസിക്കായിട്ട് കുറച്ച് അളവുകളാണിത്. പിന്നെ വരുന്നത് ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വേറെ എക്സ്ട്രാസ് ഒന്നും വരുന്നില്ല. നോർമൽ ഒരു ടോപ്പ് തയ്ക്കാനുള്ള അതിനുള്ള കട്ടിങ്ങാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ചെസ്റ്റിൻ്റെ അളവ് മാത്രം നമുക്ക് കിട്ടിയാൽ അതായത് ബ്രായുടെ അളവ് മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഒരു ടോപ്പ് ആക്കി എടുക്കാം. ആ അളവ് മാത്രം വെച്ച് ഏതൊക്കെ രീതിയിൽ നമുക്ക് എല്ലാം നെക്കും എല്ലാം ആംകോള് ഷോൾഡർ എല്ലാം നമുക്ക് അതിൽ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ ഒരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ.